പാകിസ്ഥാനിലെ ലാഹോർ ഹൈക്കോടതിയിൽ നീതി നിഷേധിക്കപ്പെട്ട മരിയ എന്ന 14-കാരി പൊട്ടിക്കരഞ്ഞത് വാർത്തയെറിഞ്ഞ എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. ലോക മനസാക്ഷിയെ സ്തംഭിപ്പിച്ച നീതി നിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടും പക്ഷേ മരിയയ്ക്ക് നീതിക്കു വേണ്ടി അധികമാരും ശബ്ദമുയർത്തിയിട്ടില്ല. മരിയ ഷഹബാസിൻ്റെ കഥനകഥയെ അനാവരണം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിനാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് മരിയ ഷഹബാസ്. ഫൈസലാബാദിലെ മദീന ടൗണിലാണ് അവളുടെ ഭവനം. വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ വെച്ചാണ് മുഹമ്മദ് നഗാഷ് എന്ന മുസ്ലിം പുരുഷൻ മറ്റ് 2 പേരോടൊപ്പം കാറിലെത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവളെ തട്ടിക്കൊണ്ടുപോയത്. കൈവശമുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ച അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ കണ്ടുകൊണ്ട് നിന്നവർ ധൈര്യപ്പെട്ടില്ല. ഭീതി പരത്തിയ അന്തരീക്ഷത്തിൽ ആ പെൺകുട്ടിയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ആ നരാധമർ അവളെ കാറിലേക്ക് വലിച്ചു കയറ്റി. വിവാഹിതൻ കൂടിയായിരുന്ന മുഹമ്മദ് നഗാഷിൻ്റെ വീട്ടിൽ മരിയ തടവിലാക്കപ്പെട്ടു. വിവരമറിഞ്ഞ മാതാപിതാക്കന്മാർ മകളെ മോചിപ്പിക്കാൻ തങ്ങൾക്കറിയാവുന്ന അധികാര കേന്ദ്രങ്ങളെയെല്ലാം സമീപിച്ചു. അന്വേഷണം നടക്കുന്നു എന്നും വിവരങ്ങൾ അറിഞ്ഞു വരുന്നു എന്നുമെല്ലാമായിരുന്നു അവരുടെയൊക്കെ മറുപടി. തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുടെ പേരിൽ നൽകിയ പരാതി പോലീസ് രജിസ്റ്റർ ചെയ്യുകയും കേസ് ഫൈസലാബാദ് ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തുകയും ചെയ്തു. നഗാഷിൻ്റെ തടവറയിലുള്ള മകളെ തിരിച്ചു കിട്ടണമെന്നതായിരുന്നു മാതാപിതാക്കളുടെ ഏക ആവശ്യം. എന്നാൽ കോടതിയിലെത്തിയ മുഹമ്മദ് നഗാഷിൻ്റെ വാദം വളരെ വിചിത്രമായിരുന്നു. മരിയയെ താൻ വിവാഹം കഴിച്ചു എന്നും അവൾ ഇതിനകം മതം മാറി എന്നുമുള്ള രേഖകൾ അയാൾ കോടതിക്ക് നൽകി. കെട്ടിച്ചമച്ച പ്രസ്തുത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാര്യയെ കൂടെ താമസിപ്പിക്കുന്നത് തട്ടിക്കൊണ്ടുപോകലോ തടവിൽ പാർപ്പിക്കലോ അല്ല എന്നയാൾ വാദിച്ചു. മാത്രവുമല്ല, പെൺകുട്ടിക്ക് 19 വയസ്സായി എന്ന് സ്ഥാപിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അയാൾ വ്യാജമായി നിർമ്മിച്ച് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന മുസ്ലിം മതപുരോഹിതൻ മരിയയുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്ന് കോടതിയിൽ മുഹമ്മദിന് എതിരായി മൊഴി കൊടുത്തു. പക്ഷെ അതുകൊണ്ടും യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് ഏവർക്കും അറിയാമായിരുന്നു. മുഹമ്മദ് നഗാഷ് കോടതിയിൽ സമർപ്പിച്ച വ്യാജ തെളിവുകൾക്കെതിരെ മരിയയ്ക്ക് 14 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന അവളുടെ പ്രായം തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ രേഖകളും മാതാപിതാക്കന്മാരും കോടതിയിൽ ഹാജരാക്കി. അതേ തുടർന്ന് ജഡ്ജി റാണ മാസൂദ് മരിയയെ പീഡകന്റെ വീട്ടിൽ നിന്നും മോചിപ്പിച്ച് ഒരു വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ 2020 ജൂലൈ 10 ഉത്തരവിട്ടു. ലാഹോർ ഹൈക്കോടതിയിൽ നടന്ന വിചാരണയിൽ വീണ്ടും മുഹമ്മദ് നഗാഷ് സമർപ്പിച്ച വ്യാജരേഖകൾ ആധാരമാക്കി മരിയയ്ക്ക് പ്രായപൂർത്തിയായി എന്നും അവൾ മതം മാറിയെന്നും അവൾ അയാളുടെ ഭാര്യയാണെന്നും കോടതി സമ്മതിച്ചു. മരിയയുടെ മാതാപിതാക്കന്മാർ സമർപ്പിച്ച അവളുടെ പ്രായം തെളിയിക്കുന്നതടക്കമുള്ള യഥാർത്ഥ രേഖകൾ തള്ളിയ ശേഷമാണ് ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. വിധി കേട്ട മരിയ കോടതി മുറിയിൽ തന്നെ കണ്ണീർ വാർത്തു. തന്നെ ക്രൂരമായി പിച്ചു ചീന്തിയ ആ മനുഷ്യനോടൊപ്പം കഴിയേണ്ടി വരുന്ന ദുർഗതിയോർത്തായിരുന്നു ആ ബാലികയുടെ ഹൃദയം തകർന്ന വിലാപം. തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ആൾക്കൊപ്പം ജീവിക്കാൻ വിധിച്ച വിധി മാത്രമല്ല ശ്രദ്ധേയമായത്. നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയോട് വിധി പ്രസ്താവിച്ച ജഡ്ജി രാജാ മുഹമ്മദ് സാഹിദ് അബ്ബാസി പറഞ്ഞ വാക്കുകളും കൂടി ശ്രദ്ധേയമാണ്. സ്നേഹരൂപേണ എന്നോണം ആ അന്യായ പീഡത്തിൽ നിന്ന് പുറപ്പെട്ട ക്രൂരമായ വാക്കുകൾ ഇതായിരുന്നു: ഇനിയൊരു നല്ല ഭാര്യയായിരിക്കുക. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റുകയും പ്രസ്തുത പെൺകുട്ടിയെ താൻ വിവാഹം കഴിച്ചു എന്നും അവൾക്ക് പ്രായപൂർത്തിയായെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ചെയ്ത കൊടും കുറ്റവാളിയെ നീതിയും
ന്യായവും പരിഗണിക്കുന്ന ഒരു കോടതി മുറിക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ പോലൊരു മതരാഷ്ട്രത്തിൽ രക്ഷിച്ചെടുക്കാൻ കഴിയുക എന്ന് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത്തരം നീതിപീഠങ്ങൾ ഉള്ള ഇടങ്ങളിൽ ദുർബലരുടെ വിലാപങ്ങൾക്ക് ഉത്തരമുണ്ടാകുമോ? നീതി എന്നത് അവർക്ക് ഒരു ദുസ്വപ്നം പോലെയെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? ദി മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് പാകിസ്ഥാൻ എന്ന സംഘടന 2014 നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായി നടത്തുന്ന നിരീക്ഷണം ഇങ്ങനെയാണ്: പാകിസ്ഥാനിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ സാധാരണമാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികൾ ഇങ്ങനെ മുസ്ലിം പുരുഷന്മാരുടെ ഭാര്യമാരായി നരക ജീവിതം നയിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 1000-ഓളം ഹിന്ദു, ക്രിസ്ത്യൻ സ്ത്രീകളെ ഓരോ വർഷവും തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പാർപ്പിക്കുകയും മതം മാറ്റി ഭാര്യമാരാക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേസുകളിലൊക്കെ മതം കലർത്തുന്നതോടെ ഇര നിസ്സഹായ അവസ്ഥയിലെത്തുന്നു. ഏതു കുറ്റകൃത്യവും ചെയ്ത ശേഷം ദൈവദൂഷണമെന്നോ മതനിന്ദയെന്നോ ഉള്ള വകുപ്പുകൾ കൂടി ഇരയുടെ തലയിൽ വെച്ച് കെട്ടിയാണ് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ അവർ നടത്തിയെടുക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ അത്യപൂർവമായി കോടതി കനിഞ്ഞാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലത്രേ. കാരണം പുറത്തിറങ്ങുന്നവർ ജീവനോടെ ഇരിക്കാമെന്ന പ്രതീക്ഷ പുലർത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ജഡ്ജിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായി ഒന്നും തോന്നിയില്ലെങ്കിലും മരിയയുടെ വക്കീൽ വീൽ താഹിർ തനിക്ക് ഈ വിധി അവിശ്വസനീയമാണ് എന്നാണ് പ്രതികരിച്ചത്. താൻ സമർപ്പിച്ച രേഖകളൊക്കെ ശക്തമായിരുന്നു എങ്കിലും മരിയയുടെ വിധിയിൽ കണ്ടതാണ് ഇസ്ലാമിക നീതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കേസുമായി മുൻപോട്ട് പോകരുത് എന്ന ശക്തമായ ഭീഷണിയുണ്ട് എങ്കിലും മരിയയുടെ മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു ഹൈക്കോടതിയുടെ വിധി തന്നെ ഇത്രയും പക്ഷപാതപരമാകുമ്പോൾ അത്തരം മതമൗലികവാദികളുടെ നാട്ടിൽ മരിയയുടെ ജീവിതത്തിന് നീതി ലഭിക്കും എന്ന് കരുതാനാകുമോ? മരിയ ഷഹബാസിന് മാത്രമല്ല, മരിയയെ പോലെ മുസ്ലിം മതമൗലികവാദികളുടെ ഒന്നിലേറെ ഭാര്യമാർക്കൊപ്പം ലൈംഗിക അടിമകളായി ജീവിതം നയിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമോ? തങ്ങൾ ഓമനിച്ചു വളർത്തിയ പെൺകുഞ്ഞ് കരഞ്ഞുകൊണ്ട് അവളുടെ പീഡകന്റെ കൂടെ പോകേണ്ടി വരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നിസ്സഹായ അവസ്ഥയേക്കാൾ വലുതായി മറ്റെന്തുണ്ട്? ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾ മർദ്ദിതരും ചൂഷിതരുമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. ഭാരതത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പാകിസ്ഥാനിലേതുപോലെ മറ്റ് പലയിടങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നിസ്സഹായതയുടെ വിലാപം മുഴക്കുന്നുണ്ട്. അവരുടെ സ്വരം ചരിത്രത്തിൽ നേർത്ത് വരുന്നു. തീർത്തുമില്ലാതായ ഇടങ്ങളുമുണ്ട്. അവർ ജീവിച്ചിരുന്നതിൻ്റെ അടയാളങ്ങൾ പോലും ശേഷിപ്പിക്കാതിരിക്കാനാണ് ഹഗിയ സോഫിയ പോലുള്ള ദേവാലയങ്ങൾ മോസ്കുകളാക്കി പരിവർത്തനപ്പെടുത്തിയത്. കേരളത്തിലെ ക്രൈസ്തവർ സുരക്ഷിതരാണ് എന്നും ഭയാശങ്കകളില്ലാതെ അവർക്ക് മുമ്പോട്ട് ജീവിക്കാമെന്നും കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് ചിന്തിച്ചു തുടങ്ങാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഇപ്പോൾ ധാരാളമായി ലഭ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന 10% സംവരണം +1 പ്രവേശനത്തിൽ അനുവദിച്ചതിനെതിരെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയ പ്രതിഷേധ സമരം. പ്രസ്തുത ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അവരുടെ പ്രവൃത്തിയുടെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക സംവരണം നൽകപ്പെടുന്നത് ആർക്കാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലികളിലും ഇതുവരെയായി സാമുദായിക സംവരണം ലഭിക്കാതിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഭരണഘടനാപരമായി അനുവദിച്ചിരിക്കുന്ന 10% സംവരണമാണ് സാമ്പത്തിക സംവരണം എന്നത്.
EWS റിസർവേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. EWS എന്നാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ. കേരളത്തിൽ ഈ വർഷത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ പ്രവേശനങ്ങളിലടക്കം ഇത് ബാധകമാക്കിയിട്ടുണ്ട്. OBC സംവരണം ബാധകമായതും എന്നാൽ ന്യൂനപക്ഷ പദവി ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് ഈ സംവരണം ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. സംസ്ഥാന സർക്കാർ മാനദണ്ഡ പ്രകാരം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് വാങ്ങി അപേക്ഷകർ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ പ്രകാരം അപേക്ഷകന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ആകെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ അധികമാകരുത്. ആകെ ഭൂസ്വത്ത് പഞ്ചായത്തുകളിൽ 2.5 ഏക്കറിൽ കൂടരുത്. ഈ മാനദണ്ഡങ്ങളാണുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ 75 സെന്റ്, കോർപ്പറേഷനുകളിൽ 50 സെന്റ് എന്നതാണ് ഉയർന്ന ഭൂപരിധി. എന്നാൽ ഇവിടങ്ങളിൽ ഹൗസ് പ്ലോട്ട്, കൃഷിഭൂമി എന്ന വേർതിരിവുമുണ്ട്. ഇത് പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ 20 സെന്റും കോർപ്പറേഷനുകളിൽ 15 സെന്റും മാത്രമേ ഹൗസ് പ്ലോട്ട് പാടുള്ളൂ. എന്നാൽ ഈ തരംതിരിവ് പഞ്ചായത്തുകളിലില്ല. ഇത്രയും മാത്രമാണ് സംസ്ഥാന സർക്കാർ EWS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം നോക്കിയാൽ സംവരണേതര വിഭാഗങ്ങളിലെ തികച്ചും പാവപ്പെട്ടവർ മാത്രമേ ഈ ഗണത്തിൽ പെടുകയുള്ളൂ എന്ന് കാണാവുന്നതാണ്. ഇപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് നൽകിയ 10% സംവരണത്തിനെതിരെയാണ് കേരളത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മുസ്ലിം സംഘടന പെൺകുട്ടികളെ ഇറക്കി ഉത്തരവ് കത്തിച്ചു കളഞ്ഞത്. ഇത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കായി ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളുടെ 80%വും കേരളത്തിലെ ഒരു ന്യൂനപക്ഷത്തെയും മാനിക്കാതെയും അവരോട് കൂടിയാലോചിക്കാതെയും അന്യായമായി കൈവശപ്പെടുത്തുന്നവരാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നതാണ് ഈ ഉത്തരവ് കത്തിക്കലിലെ വിരോധാഭാസം. ഇത്രയും കാലം അർഹതയില്ലാത്തവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സംവരണത്തിൽ കേവലം 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, ദരിദ്രർക്ക് നൽകണമെന്ന സർക്കാർ ഉത്തരവിനോട് കാണിക്കുന്ന അസഹിഷ്ണുത, അവകാശങ്ങളും ആനുകൂല്യങ്ങളും തങ്ങൾക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന അക്രമോത്സുകമായ നീതിബോധത്തിന്റെ ഫലമാണ്. ഇതേ നീതിബോധമാണ് പാകിസ്ഥാനിലെ മരിയ എന്ന പെൺകുട്ടിയെ അവളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചവന്റെ ഒപ്പം പോകാൻ വിധിച്ച നീതിന്യായ പീഠവും പുലർത്തുന്നത്. കേരളത്തിൽ ഇപ്രകാരം വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത അപകടകരമാണ് എന്ന് സാമാന്യജനം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. തൻ്റെ പീഡകന്റെ ഒപ്പം പോകണം എന്ന് ലാഹോർ ഹൈക്കോടതി വിധിച്ച 14 വയസ്സുകാരി മരിയ ഷഹബാസിന് നീതി തേടിയുള്ള അന്തർദേശീയ ക്യാമ്പയിനിന് പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവം മതം മാറ്റി അവളെ ബലാത്കാരമായിട്ടാണ് അവളുടെ പീഡകൻ വിവാഹം കഴിച്ചത് എന്ന വസ്തുത ലാഹോർ ഹൈക്കോടതി വിസ്മരിച്ചു എന്ന് ബിഷപ്പ് ജേക്കബ് മുരിക്കൻ പറഞ്ഞു. രാജ്യത്തെ നീതിന്യായ പീഠത്തിൽ നിന്ന് പോലും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നത് ദാരുണമായ സാഹചര്യമാണ്. അന്തർദേശീയ മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ആരിൽ നിന്നും ഈ ഒരു വിധിയെ പ്രതി യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ ന്യൂനപക്ഷങ്ങളും പെൺകുട്ടികളും സ്ത്രീകളും കുട്ടികളും മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരുന്നതിനാണ് ഈ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള പൊതുബോധം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന കൂടുതൽ നല്ല ഒരു ലോകമാണ് രൂപപ്പെടേണ്ടത്. justiceforminor.org എന്ന വെബ്സൈറ്റും ഈ ഉദ്ദേശത്തോടു കൂടി തുറക്കപ്പെട്ടു കഴിഞ്ഞു. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സമാഹരിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനും പരാതികൾ നൽകാനും ഇരയായ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ പ്രസ്തുത സംവിധാനങ്ങളോട് ആവശ്യപ്പെടാനും തൻ്റെ ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ബിഷപ്പ് ജേക്കബ് മുരിക്കൻ പറഞ്ഞു. ഇപ്രകാരം ഇത്തരം മുന്നേറ്റങ്ങൾ
കൂടുതൽ ശക്തിപ്പെടട്ടെ എന്നും കൂടുതൽ ഇടങ്ങളിൽ ഇതിന് തുടക്കം കുറിക്കപ്പെടട്ടെ എന്നും സത്യാന്വേഷിയും ആഗ്രഹിക്കുന്നു. ദുർബലരെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും പാവപ്പെട്ടവരെ വീണ്ടും അടിച്ചമർത്തുകയും ചെയ്യുന്ന മർദ്ദിത വർഗങ്ങൾ ലോകമെങ്ങും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇപ്രകാരം അധികാരമോഹികളുടെയും സ്വാർത്ഥരായ മനുഷ്യരുടെയും പാദങ്ങൾക്ക് അടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്നവരുടെ രോദനങ്ങൾ പലയിടങ്ങളിലായി ഉയരുന്നു. ലോകത്തെമ്പാടും ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളിൽ ക്രൈസ്തവ ജനതയാണ് കൂടുതലുള്ളത്. ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കും ലോകത്തെമ്പാടും ഏതാണ്ട് ഒരേ മുഖമാണ്. അവരുടേത് ഒരേ മുദ്രാവാക്യമാണ്, ഒരേ വിശ്വാസ പ്രമാണമാണ്. പാകിസ്ഥാൻ കേരളത്തിൽ നിന്നും ഒരുപാട് അകലെയല്ലെന്നും ഇവിടെയും സർക്കാർ കടലാസുകളിൽ തീ വീണു തുടങ്ങി എന്നും അത് നീതിപീഠങ്ങളെ പോലും വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും മറക്കാതിരിക്കാം. പാകിസ്ഥാൻ കേരളത്തിൽ നിന്ന് അകലെയല്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഓരോ ലോകരാജ്യങ്ങളുടെയും നടപ്പുവഴികളിൽ മറഞ്ഞിരിപ്പുണ്ട് എന്നും ഓർത്തിരിക്കാം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച.